ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് തുടക്കവും അവസാനവും എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായൊരു വാക്യം വായിക്കാം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യം. ഞാൻ അൽഫയും ഒമേഗയും ആകുന്നു എന്ന് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. കർത്താവാണ് തുടക്കവും അവസാനവും. നമ്മുടെ കർത്താവിൻ്റെ അനേകം പേരുകളിലൊന്നാണ് ആരംഭമെന്നത്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് ഉൽപ്പത്തി പുസ്തകത്തിലെ ആദ്യ വാക്യത്തിൽ കാണാൻ സാധിക്കുന്നു. യോഹന്നാൻ പറയുന്നതനുസരിച്ച് സുവിശേഷത്തിന്റെ തുടക്കത്തിൽ തന്നെ നാം വായിക്കുന്നു, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടൊപ്പമായിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായി, അവനെ കൂടാതെ ഒന്നും ഉളവായിട്ടില്ല എന്ന്. ഇത് യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. സങ്കീർത്തനക്കാരൻ പറയുന്നു, നീ പണ്ടേ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, ആകാശം നിന്റെ കൈകളുടെ പ്രവൃത്തിയാണെന്ന്. ഇത് സങ്കീർത്തനം 102-ാം അധ്യായം 25-ാം വാക്യത്തിൽ കാണാൻ സാധിക്കുന്നു. വിശുദ്ധ തിരുവള്ളുവർ ഒരു ക്രിസ്ത്യാനി ആയിരുന്നുവെന്ന് അദ്ദേഹം എഴുതിയ ആദ്യ തിരുക്കുറളിൽ നിന്ന് വ്യക്തമാണ്. നിത്യദൈവം ലോകത്തിന്റെ തുടക്കവും സൃഷ്ടാവുമാണ്. അസംഖ്യം ദൈവങ്ങളും അവയുടെ പേരുകളും അദ്ദേഹത്തിന്റെ കാലത്ത് പ്രചാരത്തിലായിരുന്നെങ്കിലും അദ്ദേഹം ഇത് എഴുതി. തമിഴിൽ കവിത രചിച്ചിരുന്ന ഓരോരുത്തരും ഒരു ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ആഹ്വാനത്തിന്റെ ഗാനമായി എഴുതുന്നു. എന്നാൽ തിരുവള്ളുവർ യഹോവയാം ദൈവത്തെ വിശേഷിപ്പിച്ചത് കർത്താവായ ദൈവം എന്നാണ്. കർത്താവ് തുടക്കം മാത്രമല്ല, അവസാനം കൂടിയാണ്. അവൻ ആമേനാണ്. വിശുദ്ധ ഗ്രന്ഥത്തിന്റെ അവസാന ഭാഗം അവസാനിക്കുന്നത് ആമേൻ എന്ന പദത്തിലാണ്. ഇത് വെളിപ്പാട് 22-ാം അധ്യായം 21-ാം വാക്യത്തിൽ കാണാൻ സാധിക്കുന്നു. അത് ആരംഭത്തിന്റെ ദൈവം പോലെയാണ് അവസാനത്തിന്റെ ദൈവം എന്ന് തിരുവെഴുത്തുകളിൽ ഒപ്പുവെക്കുന്നു. വെളിപ്പാട് 3-ാം അധ്യായം 14-ാം വാക്യത്തിൽ കർത്താവിന്റെ നാമം ധ്യാനിക്കുകയും അവനെ സ്തുതിക്കുകയും ആരാധിക്കാനും നമ്മളെ വിളിക്കുന്നു. ദൈവത്തിന്റെ സൃഷ്ടിയുടെ ആരംഭമായ വിശ്വസ്തനും സത്യവാനുമായ ആമേൻ ഇത് പറയുന്നു എന്ന് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 14-ാം വാക്യത്തിൽ കാണാൻ സാധിക്കുന്നു. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകത്തിലെ 8-ാം അധ്യായത്തിലെ പ്രവചനീക വാക്യങ്ങൾ നാം നോക്കിയാൽ സദൃശ്യവാക്യം 8-ാം അധ്യായം 23-24 വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു, ഞാൻ പുരാതനമേ ആദിയിൽ തന്നെ ഭൂമിയുടെ ഉൽപ്പത്തിക്ക് മുൻപേ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ആഴങ്ങൾ ഇല്ലാതിരുന്നപ്പോൾ ഞാൻ ജനിച്ചിരിക്കുന്നു, വെള്ളം നിറഞ്ഞ ഉറവുകൾ ഇല്ലാതിരുന്നപ്പോൾ തന്നെ. മാത്രമല്ല സദൃശ്യവാക്യങ്ങൾ 8-ാം അധ്യായം 30-31 വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു, ഞാൻ അവന്റെ അടുക്കൽ ശില്പിയായിരുന്നു, ഇടവിടാതെ അവന്റെ മുൻപിൽ വിനോദിച്ചുകൊണ്ട് ദിനംപ്രതി അവന്റെ പ്രമോദമായിരുന്നു. അവന്റെ ഭൂതലത്തിൽ ഞാൻ വിനോദിച്ചുകൊണ്ടിരുന്നു, എന്റെ പ്രബോധനം മനുഷ്യപുത്രന്മാരോട് കൂടെ ആയിരുന്നു എന്ന്. കല്ലും മണലും ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ നിലനിന്നിരുന്ന ഏറ്റവും പഴക്കമുള്ള ഭാഷയായി തമിഴ് ഭാഷയെ വാഴ്ത്തപ്പെടുന്നു. എന്നാൽ നമ്മുടെ കർത്താവ് ദിവസങ്ങളുടെ പുരാതനനാണ്. പ്രപഞ്ചം സ്ഥാപിക്കുന്നതിന് മുൻപ് തന്നെ അവൻ നിലവിലുണ്ട്. അതുകൊണ്ട് അവന്റെ ആരംഭം ആർക്കും നിർവചിക്കാനാകെയില്ല. അവൻ ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ ഉണ്ടായിരുന്നു. അവൻ എന്നേക്കും നിലനിൽക്കും. അവനാണ് ആദ്യനും അന്ത്യനും. അവനാണ് നമ്മെ സൃഷ്ടിച്ചത്. ദൈവമക്കളെ, സങ്കീർത്തനങ്ങൾ 23:6 കാണുന്നത് പോലെ നിങ്ങളും ദാവീദിനോടൊപ്പം ഈ വിശ്വാസ പ്രഖ്യാപനം നടത്തുമോ? നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും എന്ന്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം മത്തായി 19-ാം അധ്യായം 4-ാം വാക്യം. അതിന് അവൻ സൃഷ്ടിച്ചവൻ ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്ന്. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ എസ്തേർ 9-10 അധ്യായങ്ങൾ, വൈകുന്നേരം അപ്പോസ്തല പ്രവൃത്തികൾ 7-ാം അധ്യായം 1 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.